അപ്പോൾ ഒരു കന്നഡയില്ല, തെലുങ്ക് പടം കണ്ടു. സെക്കൻഡ് കേസ് ഓഫ് സീതാറാം എന്ന് പറയുന്ന സിനിമ. ആക്ച്വലി ഒരു വിജയ് രാഘവേന്ദ്രയാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഇതുവരെ ഞാൻ പുള്ളിനെ കേട്ടിട്ടില്ല, പുള്ളിയുടെ ഏതുകൂടെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ചുമ്മാ ഒന്ന് കണ്ടു നോക്കി. ഒരു നല്ലൊരു ക്രൈം ത്രില്ലറാണ് സിനിമ. നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ഒരു സീരിയൽ കില്ലിങ്ങും തുടർന്ന് അന്വേഷണത്തിനൊടുവിൽ ഒരു സൈക്കോപാത്തിൻ്റെ ഫ്ലാഷ് ബാക്കും തുടങ്ങിയ സകല ഫോർമാറ്റ് പോലെ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ നറേറ്റീവ് സ്റ്റൈൽ ഇത്തിരി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു നായകൻ എന്ന് സംബന്ധിച്ചിടത്ത് ചില പടങ്ങൾ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറേ പടങ്ങൾ കണ്ടപ്പോൾ നായകന് ക്ലൂസ് വന്നിട്ട് ഇങ്ങനെ വായു എന്നൊക്കെ കിട്ടുന്ന പോലെ നമുക്ക് തോന്നും. അതായത് എവിടെ നിന്നാണ് ക്ലൂ, ഇതെങ്ങനെ എത്തിച്ചേർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോജിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇവിടെ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ നറേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു പസിൽ സോൾവിങ് എന്ന് പറയുന്ന പോലെ പുള്ളിയുടെ ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് തന്നെ പുള്ളി വിട്ടുപോയ സംഭവങ്ങൾ പിന്നീട് ഓർത്തെടുത്ത് ഈ കേസ് സോൾവ് ചെയ്യുന്നതൊക്കെ കണ്ട് അത് നമ്മളെ ഓഡിയൻസിനെയും ഈ സീനൊക്കെ ഓഡിയൻസിന് മുന്നിൽ കൂടെയും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുക, അത് ശരിയാണല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അന്വേഷണവും അവസാനം ഒരു പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സൈക്കോപാത്തും, അങ്ങനെ ഒരു രസകരമായ ഒരു സിനിമ തന്നെയായിരുന്നു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം എന്ന് പറയുന്ന സിനിമ. കുറേ ഇവിടെ ട്വിസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരമായിരുന്നു. നവനീത് ശ്യാമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ചില സ്ഥലത്ത് ഒരു സ്ലോ പേസ് അനുഭവപ്പെടും. സിനിമയുടെ തുടക്കത്തിലുള്ള നരേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു സ്ലോവറായിട്ട് നമുക്ക് തോന്നാവുന്ന ഒരു ഇതാണ്. പക്ഷെ എന്നാലും ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂവി തന്നെയാണ് സെക്കൻഡ് കേസ് ഓഫ് സീതാറാം. ഇതിൽ ഫസ്റ്റ് പാർട്ട് ഉള്ളത് തന്നെ ഞാൻ കണ്ടതിന് ശേഷം അറിയുന്നത്. കുഴപ്പമില്ല, അത് രണ്ടും തമ്മിൽ അങ്ങനെ ബന്ധമൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞത്. സോ നിങ്ങൾക്ക് ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമ തന്നെയാണ് സെക്കൻഡ് കേസ് ഓഫ് സീതാറാം. കണ്ടു നോക്കുക. എൻ്റെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക.